നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ ബി.ജെ.പി. നേതൃതലത്തിൽ അതൃപ്തി ശക്തം. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാകുന്നുണ്ട്. സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് ഇന്നലെ കോർ കമ്മിറ്റിയിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. ദീപക് ധർമ്മടമുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോടെന്ന്. ദീപക്, രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് ഈ നിലമ്പൂരിൽ വേണ്ടത്ര താല്പര്യമില്ല എന്നത് വ്യക്തമായിരുന്നു. ഇപ്പോൾ എന്താണ് ഈ നേതൃതലത്തിൽ ഉയരുന്ന അതൃപ്തി, ദീപക്? ഡോക്ടർ ഉന്മേഷ്, ഇതിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വിട്ടുനിൽക്കുക എന്നത് ആത്മഹത്യാപരമാണ്. മാത്രവുമല്ല, ബി.ജെ.പിക്ക് നിലമ്പൂരിൽ പണ്ട് മുതൽ RSSന് പ്രവർത്തനമുള്ള സ്ഥലമാണ്. അത്തരമൊരു സ്ഥലത്ത് തീരെ മത്സരിക്കാതിരിക്കുമ്പോൾ അത് കോലി-ബി സഖ്യം വീണ്ടും വരുന്നു എന്ന ആരോപണത്തിനിടയാക്കും. മാത്രവുമല്ല, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ, അതായത് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം തന്നെ, അതായത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഉണ്ടായതും പി.ടി. തോമസിന്റെ മരണശേഷവും ഉണ്ടായ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പി. മത്സരിച്ചു. വലിയ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചരണം നടത്തി. മാത്രവുമല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രന് ഗണ്യമായ വോട്ട് നിലമ്പൂരിൽ നിന്നും കിട്ടി എന്നുള്ള കണക്ക് കൂടി നിരത്തിക്കൊണ്ടാണ് ഈ ബി.ജെ.പി. നേതൃതലത്തിൽ തന്നെ ഈ കാര്യത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടാകണം പാർട്ടിക്ക് എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ചില ബി.ജെ.പി. നേതാക്കൾ ദേശീയ നേതാക്കളുമായും RSS നേതാക്കളുമായും ഉൾപ്പെടെ ഈ കാര്യം പങ്കുവെച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തീരുമാനം ശരിയല്ല, ആ തീരുമാനം പുനഃപരിശോധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. ഏതായാലും നേതൃതലത്തിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ഒരു ഭിന്നത ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ആ വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഉന്മേഷ്, ശരി. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ പരിശോധിക്കും. ഇടവേളയ്ക്ക് ശേഷം.